ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളിൽ ലൈംഗികാരോപണ വിധേയനായ സിദ്ദിഖ് ഇപ്പോൾ ഒളിവിലാണ്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നത് കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. എന്തായാലും സുപ്രീം കോടതിയിൽ പോയി ജാമ്യമെടുക്കാനുള്ള എല്ലാ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നടൻ ഒളിവിൽ തന്നെയാണ്. നടനെ ചുറ്റിപ്പറ്റിയുള്ള സിനിമയ്ക്കകത്തുള്ള സുഹൃത്തുക്കൾ, അതുപോലെ ബന്ധുക്കൾ, ഇവരൊക്കെ തന്നെ നിരീക്ഷണത്തിലാണ്. അതേസമയം യുവാക്കളെന്നോ സീനിയർ താരങ്ങളെന്നോ വലിപ്പ ചെറുപ്പമില്ലാതെ മലയാളത്തിലെ എല്ലാ തലമുറയ്ക്കൊപ്പവും ഇടം പിടിക്കുന്ന താരം തന്നെയായിരുന്നു സിദ്ദിഖ്. നായകനെന്നോ വില്ലനെന്നോ സ്വഭാവ നടനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വേഷങ്ങളും തേടിയെത്തിയിരുന്ന സിദ്ദിഖിന്റെ സിനിമാ ജീവിതം വൻ പ്രതിസന്ധിയിലാണിപ്പോൾ. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയതിനു ശേഷമായിരുന്നു താരത്തിന്റെ പതനം തുടങ്ങിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിദ്ദിഖിനെ സിനിമകളിൽ നിന്നും ഒഴിവാക്കി തുടങ്ങി. ഇതോടെ താരത്തിന്റെ ഭാവി സിനിമാ ജീവിതത്തെ പ്രതിസന്ധി തുറച്ചു നോക്കുകയാണ്. ബലാത്സംഗ കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടന്നതോടെ ഒറ്റയടിക്ക് 3 സിനിമകളിൽ നിന്നാണ് സിദ്ദിഖ് ഒഴിവാക്കപ്പെട്ടത്. സിദ്ദിഖിന് നിർണായക റോളുള്ള ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമകളിലും പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിനിമ റിലീസ് ചെയ്താൽ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും സൂചനയുണ്ട്. വിനോദ് രാമൻ നായർ രചനയും സംവിധാനം നിർവഹിക്കുന്ന പുതിയ ചിത്രമായ മ്ലേച്ഛനിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ആടുജീവിതത്തിലെ ഗോകുലാണ് സിനിമയിലെ നായകൻ. സിദ്ദിഖിന്റെ തിരക്കുകൾ കാരണം നേരത്തെ ഷൂട്ടിംഗ് വൈകിയിരുന്നു. സിനിമയ്ക്കായി 5 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സിദ്ദിഖ് ഈ സിനിമയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടപ്പോൾ പകരം എത്തിയത് ഷമ്മി തിലകനാണ്. അജു വർഗീസിനെ നായകനാക്കി സാലോൺ സൈമൺ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് പടക്കുതിര. ഈ സിനിമയിൽ നിന്നും സിദ്ദിഖ് ഒഴിവാക്കപ്പെട്ടു. സിനിമയുടെ ഷൂട്ടിംഗ് തീയതി നീട്ടിവെച്ചെന്ന് അറിയിച്ചത്. സിനിമയിൽ സിദ്ദിഖിന് പകരക്കാരനായി രഞ്ജി പണിക്കരാണ് എത്തിയത്. എമ്പുരാന് ശേഷം മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട്. സിദ്ദിഖ് പങ്കെടുത്ത ഷൂട്ടിംഗ് 3 ദിവസം തമിഴ്നാട് രാമനാഥപുരത്ത് നടന്നിരുന്നു. ആര്യ നായകനാകുന്ന ഈ സിനിമ വിവിധ ഭാഷകളിൽ പുറത്തിറക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ടിയാൻ എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയും GN കൃഷ്ണകുമാർ വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ടായിരുന്നു. എന്നാൽ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയത് ഇത് വലിയ തിരിച്ചടിയാണ് നടന്റെ സിനിമാ കരിയറിൽ തന്നെ. ഇതോടൊപ്പം ദിലീപ് നായകനാകുന്ന 150-ാം ചിത്രത്തിലും മുഖ്യ റോളിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലുമായി സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായിരുന്നു. ഈ സിനിമയുടെ നിർണായക സമയത്താണ് സിദ്ദിഖിനെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഈ ദിലീപ് ചിത്രവും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ദിലീപിന്റെ സിനിമാ ജീവിതത്തിലെ നിർണായക ചിത്രമാണ് ഇത് വിലയിരുത്തപ്പെട്ടത്. നടിയെ ആക്രമിച്ച കേസിലെ തുടർ ചലനങ്ങൾക്കൊപ്പം സിദ്ദിഖിന്റെ കേസും കൂടിയാകുമ്പോൾ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം വൻ പ്രതിസന്ധിയിലാണ്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.